ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ശിഷ്യത്വം എന്നുള്ളതായ വിഷയത്തെ നമ്മൾ പഠിക്കുകയാണല്ലോ. നാം വളരെ ഫലം കായ്ക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുകയും അങ്ങനെ നമ്മൾ അവൻ്റെ ശിഷ്യന്മാരായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ശിഷ്യന്മാരായി മാറുന്നവർക്ക് മാത്രമേ ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിതം തുടരുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ എന്താണ് ഈ ഫലം? എങ്ങനെയാണ് ഈ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുന്നത്? അതിന് നമ്മൾ എന്തൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിക്കുകയും കർത്താവിന് വേണ്ടുന്ന വിധം ഫലം കായ്ക്കുന്ന ഒരനുഭവം എന്നിലുണ്ടോ, അല്ലെങ്കിൽ ദൈവവചനം അനുശാസിക്കുന്നതായ പഠിപ്പിക്കുന്നതായ ഫലങ്ങൾ എന്നിലുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടതും ഈ അവസരത്തിൽ ആവശ്യമായിരിക്കുന്നു. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, കർത്താവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ ടേംസ് ഒപ്പിട്ട് ആ കണ്ടീഷൻസിനെ അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ പറയുന്ന വ്യവസ്ഥകൾ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരായി അല്ലെങ്കിൽ ഫലം കായ്ക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വ്യവസ്ഥ അവിടെ പറയുന്ന ഇതാണ്, തന്നെത്താനെ ത്യജിക്കുക. ത്യജിച്ച് കഴിഞ്ഞിട്ട് കർത്താവ് പറയണ തൻ്റെ ക്രൂശ് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരുവൻ്റെ ജീവിതത്തിൽ ഫലം കായ്ക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ജഡ അഭിലാഷത്തെ അതിജീവിച്ച് ആത്മ അഭിലാഷത്തിന് നമ്മൾ വിട്ടുകൊടുത്ത് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ജഡത്തിൻ്റെ അല്ലെങ്കിൽ സ്വയം ത്യജിക്കുക എന്ന് പറയുമ്പോൾ ജഡത്തിൻ്റെ അഭിലാഷങ്ങളും ജഡീകമായ പ്രവൃത്തികളെ നമ്മൾ ഉപേക്ഷിക്കണം. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ജഡത്തിൻ്റെതായ സ്വഭാവങ്ങളും പ്രവൃത്തികളും എപ്പോഴുമുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ? ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിക്കാണ് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുവാൻ കഴിയുന്നത്. ഇനി ജഡത്തിൻ്റെ അഭിലാഷങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിൽ ഈ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ജഡത്തിൽ എന്തിനെയൊക്കെയാണ് അവന് ഓവർകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തരണം ചെയ്യേണ്ടത്, ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്? ഒരു സ്വാഭാവികമായ ജഡീകമായ അഭിലാഷങ്ങൾ, പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ഗലാത്യ ലേഖനം 5:19 പറയുകയാണ്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞിട്ട് 1 ദുർനടപ്പ്, 2 അശുദ്ധി, 3 ദുഷ്കാമം, 4 വിഗ്രഹാരാധന, 5 ആഭിചാരം, 6 പക, 7 പിണക്കം, 8 ജാരശങ്ക, 9 ക്രോധം, 10 ശാഠ്യം, 11 ദ്വന്ദ്വപക്ഷം, 12 ഭിന്നത, 13 അസൂയ, 14 മദ്യപാനം, 15 വെറിക്കൂത്ത്. അപ്പോൾ ഈ 15 കൂട്ടം കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജഡത്തിൽ നിലനിൽക്കുന്നതായ കാര്യങ്ങളാണ്. ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ 15 കൂട്ടം കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ അവന് ഫലം പുറപ്പെടുവിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ സ്വയം ത്യജിച്ച് ഈ അല്ലെങ്കിൽ ജഡീകമായ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് പുറത്തു വന്ന് ഇതിനെ ഉപേക്ഷിച്ച് ത്യജിച്ച് അതിനോട് വിട പറഞ്ഞാൽ മാത്രമേ അവനിലെ ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിനെ ഓരോന്നോരോന്നായിട്ട് പഠിക്കുവാനായിട്ട് തുടങ്ങിയാൽ ഇന്നൊരു നല്ല ശതമാനം ക്രിസ്ത്യാനികളിലും ഈ പറയുന്നതായ ജഡത്തിൻ്റെ അഭിലാഷങ്ങളും സ്വഭാവങ്ങളും പ്രവൃത്തികളുമൊക്കെ ഇന്നും നിലനിൽക്കുന്നു. നമുക്കെങ്ങനെ അവരെ കർത്താവിൻ്റെ ശിഷ്യൻ എന്ന് പറയുവാനായിട്ട് സാധിക്കും? ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ളതായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യനായിട്ടില്ല, സ്വയം ത്യജിച്ചിട്ടില്ല,
സ്വയം ത്യജിക്കുവാനായിട്ട് ജഡികമായ അഭിലാഷങ്ങൾ, ജഡികമായ പ്രവൃത്തികൾ, അതിന് ഓരോന്നോരോന്നായിട്ട് വായിച്ചു നോക്കിക്കാട്ടെ. പ്രവൃത്തികളെ പറ്റി പറയുന്നു. ദുർനടപ്പ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഹിതമല്ലാത്ത നടപ്പ്, ദൈവത്തെ വേദനിപ്പിക്കുന്നതായ അല്ലെങ്കിൽ ദൈവ വഴി വിട്ട് നടക്കുന്നതായ, സ്വയം അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന് ഉല്ലാസം പകരുന്നതായ വഴികളിലൂടെയൊക്കെ നടക്കുന്നതായ, അതുകൊണ്ടാണ് പറയുന്നത് ജഡാഭിലാഷം ആത്മാഭിലാഷത്തിന് എതിരാകുന്നു എന്നവിടെ പറയുന്നു. അപ്പോഴൊന്ന് ദുർനടപ്പ്. ആ ദുർനടപ്പ് നമ്മളെ നയിക്കുന്നത് എന്തിലേക്കാ? അശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കും, മലിനതയിലേക്ക് നമ്മളെ നയിക്കും. ദൈവത്തിൽ നിന്നും മാറി നടക്കുന്നവൻ, ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും അകന്ന് നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? അശുദ്ധി ഭവിക്കും. ഞാനത് വായിച്ചപ്പോൾ ആ ഗലാത്യ ലേഖനത്തിൽ അതൊരു ഓർഡർ അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അശുദ്ധിയിലേക്ക് പോകുന്നവൻ്റെ ജീവിതത്തിൽ മലിനപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ അശുദ്ധനായി കഴിഞ്ഞാൽ, പിന്നീട് അവൻ്റെ ജീവിതത്തിലേക്കുണ്ടാകുന്ന അവൻ്റെ സകല വികാരങ്ങളും മലിനപ്പെടുകയാണ്. അവൻ്റെ ഫീലിങ്സ്, അല്ലെങ്കിൽ അവിടെ പറയുന്നത് ദുഷ്കാമം. പ്രിയമുള്ളവരെ, കാമം എന്നുള്ളത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളതായ ഒരു വികാരമാണ്. പക്ഷെങ്കിൽ ഇവിടെ പറയുകയാണ്, മലിനപ്പെടുന്ന മനുഷ്യനെ അവൻ്റേതായ ആ വികാരങ്ങൾ മലിനപ്പെടുന്നു. ആ വികാരങ്ങൾ മലിനപ്പെടുമ്പോൾ അവൻ ആരായിത്തീരുന്നു? ദുഷ്കാമം അവനിലേക്ക് പ്രവേശിക്കുന്നു. ദുഷ്കാമം പ്രവേശിക്കുന്ന മനുഷ്യന് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് പീഡനങ്ങൾ നടക്കുന്നത്? അപ്പന് മക്കളെയും വല്യപ്പന് കൊച്ചുമക്കളെയും തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ മകന് അമ്മയെയും അല്ലെങ്കിൽ കൊച്ചുമകന് വല്യമ്മയെ ഒന്നും തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. അവൻ്റെ ഉള്ളിൽ ഉളവാകുന്നതായ മലിനതയിൽ നിന്നും അശുദ്ധിയിൽ നിന്നുമൊക്കെ ഉളവാകുന്നതായ ദുഷ്കാമം അവനെ ദുഷ്പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പറയുകയാണ് വിഗ്രഹ ആരാധന. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നവൻ്റെ ജീവിതത്തിൽ പിന്നീട് അവന് ദൈവവുമായിട്ട് ബന്ധമില്ലാതായി മാറുക. അവനെ ദൈവത്തിൽ നിന്നും തടസ്സപ്പെടുത്തുന്നതായ അനേക ശക്തികളും വ്യക്തികളും അല്ലെങ്കിൽ കാര്യങ്ങളുമൊക്കെ ദൈവത്തിനും അവനും ഇടയിൽ മറയായിട്ട് നിൽക്കുകയാണ്. അതിനെയാണ് അവിടെ പറയുന്നത് വിഗ്രഹ ആരാധന. കർത്താവിനെ, എന്നെയും എൻ്റെ കർത്താവിനെയും തമ്മിൽ വേർപിരിക്കുന്നതായ, അല്ലെങ്കിൽ ഞാൻ എന്തിനോടാണോ കൂടുതൽ സ്നേഹം കൊടുത്ത് എൻ്റെ കർത്താവിനെ മറയ്ക്കുന്നത്, അതെൻ്റെ ജീവിതത്തിൽ ഒരു വിഗ്രഹമായിട്ട് മാറുകയാണ്. അതൊരു പക്ഷേ സമ്പത്താകാം, അതൊരു പക്ഷേ നമ്മുടേതായ ബന്ധങ്ങളാകാം, അതൊരു പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളാകാം, നമ്മൾ കുടിക്കുന്നതായ പാനീയങ്ങളാകാം, നമ്മൾ സുഖത്തിനു വേണ്ടി അന്വേഷിക്കുന്നതായ മാർഗങ്ങളാകാം, എന്തുതന്നെയും ആയിക്കൊള്ളട്ടെ. എൻ്റെ ദൈവത്തെയും എന്നെയും തമ്മിൽ വേർതിരിച്ച് അതിന് നടുവിൽ മറയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്താണോ മുൻഗണന കൊടുത്ത് ഞാൻ ജീവിക്കുന്നത്, അതൊക്കെ ജീവിതത്തിൽ എന്തായി മാറും? അത് വിഗ്രഹങ്ങളായി മാറും. അതിനോട് ആഴമായ സ്നേഹം, ആരാധന ഉണ്ടാകും, വിഗ്രഹാരാധന. അതിനുശേഷം പിന്നീട് പറയുകയാണ് ആഭിചാരം. ഈ ആഭിചാരം എന്നുള്ളതായ വാക്ക് ഇച്ചിരൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് പറഞ്ഞാൽ, ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ജീവനുള്ള ദൈവത്തിൽ നിന്നും അവൻ്റെ ആശ്രയം വെടിഞ്ഞ് അവൻ മറ്റുള്ളതായ അല്ലെങ്കിൽ ദേവന്മാരിലേക്കും അല്ലെങ്കിൽ ദുർശക്തികളിലേക്കും ലോകത്തിൻ്റെ ശക്തികളിലേക്കും അന്ധകാര ശക്തികളിലേക്കും ആശ്രയം വയ്ക്കുന്നതായ ഒരു കാര്യമാണ് ആഭിചാരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ യഹോവയെ ഉപേക്ഷിച്ച് മറ്റുള്ളതായ മന്ത്രവാദികളിലും കൂടോത്രങ്ങളിലും അങ്ങനെയുള്ളതായ ലോകത്തിൻ്റെതായ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ അന്ധകാര ശക്തികളിൽ അവൻ അഭയം പ്രാപിച്ച് അവൻ്റെ വിടുതലിന് വേണ്ടി ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് മറ്റുള്ളതിൽ ആശ്രയം വയ്ക്കുന്നതിൻ്റെ പേരാണ് ആഭിചാരം. പിന്നീട് നമ്മളവിടെ കാണുന്നത് എന്താണ്? ഇത്രയൊക്കെ ആയ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പിന്നെ അവന് കുറേ സ്വഭാവങ്ങൾ അവനിലേക്ക് വരികയാണ്. ഒന്ന്, പക അവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പക അവനെ പിണക്കത്തിലേക്ക് നയിക്കുന്നു. പിണക്കം അവനെ ജാരശങ്ക, സംശയരോഗത്തിലേക്ക് അവനെ നയിക്കുന്നു എന്ന് അത് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. ഈ കാര്യങ്ങളൊക്കെ, ഈ ജഡീകമായ പ്രവൃത്തികൾ, പകയും പിണക്കവും ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേര് സ്നേഹത്തോടെ ഇരുന്നവർ, അത് ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ആയിക്കൊള്ളട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമായിക്കൊള്ളട്ടെ, സഹോദരങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ഇവിടെയൊക്കെ പകയും പിണക്കവും ഒക്കെ വന്നു കഴിഞ്ഞാൽ
ജാരശങ്ക വർദ്ധിക്കും, സംശയം, എല്ലാത്തിനും സംശയമുണ്ടാകും. ഇന്ന് കുടുംബജീവിതങ്ങളൊക്കെ തകരുന്നതിൻ്റെ ഒരു പിന്നിലെ ഈ ജഡം കിടന്ന് അല്ലെങ്കിൽ ജഡ അഭിലാഷങ്ങളാണ് അതിൻ്റെ പ്രവൃത്തികളായ ഈ പറയുന്നതായ ഈ പകയും പിണക്കവും ഒക്കെ സംശയരോഗങ്ങളൊക്കെ വരികയും അവിടെ പിന്നീട് പറയുകയാണ് ക്രോധം വരികയാണ്. സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ക്രോധമാണ് അവിടെ ഉണ്ടാകുന്നത്, ദേഷ്യത്തിൻ്റെ അനുഭവമാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നെ എല്ലാത്തിനും ദുശാഠ്യം പിടിക്കുകയാണ്. കാരണം ഞാൻ പിടിച്ചത്, ഞാൻ പറഞ്ഞത് ജയിക്കണം എന്നുള്ള ദുശാഠ്യം വരുന്നു. അതിനുശേഷം ദ്വന്ദ്വപക്ഷം വരുന്നു. അവിടെയും ഇവിടെയും ഒക്കെ നിന്നുകൊണ്ട് പക്ഷം പിടിക്കുന്നതായ ഒരനുഭവം. പിന്നീട് പറയുന്ന അവിടെ ഭിന്നത ഉണ്ടാകുന്നു. അത് ഭവനത്തിലായിക്കൊള്ളട്ടെ, കൂട്ടായ്മകളിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഇതൊക്കെ പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ഭിന്നത ഉളവാക്കുന്നു. അത് അസൂയയിലേക്ക് നയിക്കുന്നു, മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ എപ്പോഴും. കാരണം ഒരേ സ്നേഹത്തോടു കൂടി അവരിൽ പിശാച് പ്രവർത്തിച്ച് ജഡത്തിൻ്റെതായ ചിന്തകൾ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജഡീകമായ പ്രവൃത്തികൾ അവനിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്താണെന്നറിയാമോ? ഈ ഭിന്നതയൊക്കെ വന്നു കഴിയുമ്പോൾ പരസ്പരം പിന്നെ അസൂയാണ്, മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ കണ്ണുകടി തോന്നുകയാണ്. അതിനുശേഷം പിന്നീട് പറയുകയാണ്, ഇതെല്ലാം പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഭാരമേറുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അവൻ അടിമയായി മാറുന്നു. സുഖത്തിനു വേണ്ടി അവൻ മദ്യത്തെയും മയക്കുമരുന്നിനെയും ആശ്രയിക്കുന്നു. പിന്നീട് അവൻ്റെ ജീവിതം വെറിക്കൂത്ത്. കാരണം പിന്നീട് അവൻ പൂർണ്ണമായി നാശത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 15 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. എവിടെ? ജഡത്തിൻ്റെ. അപ്പോൾ ഇന്ന് നമുക്ക് പോരാട്ടമുള്ളത് ഈ 15 കൂട്ടം കാര്യത്തോട് നമ്മൾ കിടന്ന് ജഡാഭിലാഷവും ആത്മാഭിലാഷവും കൂടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ ഇതിനെയെല്ലാം ഉപേക്ഷിക്കേണ്ടത്. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 13 കൂട്ടം കാര്യങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. രണ്ടാമതാണ് പറയുന്നത്, ഈ 13 കൂട്ടം കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവന് ഒരു ക്രൂശ് ഉണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സുഖസൗകര്യങ്ങളെ, സുഖലോലുപതകളെ ഒക്കെ വെടിഞ്ഞിട്ട് ഈ ജഡീകമായ ഉല്ലാസങ്ങളെ വെടിയുമ്പോൾ അവന് ചില പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉളവാകും, അല്ലെങ്കിൽ ചില വേദനകൾ അവനുണ്ടാകും ലൗകികമായിട്ട് ചിന്തിക്കുമ്പോൾ. അപ്പോൾ അവൻ്റെ കംഫോർട്ട് സോണിൽ നിന്നും അവൻ്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നും അവൻ വേറിടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നേരിടും. കർത്താവ് പറയുകയാണ്, തന്നെത്താൻ ത്യജിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന ക്രൂശ്, ആ വേദന. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കർത്താവ് നമുക്ക് വഹിക്കാൻ പറ്റുന്ന ക്രൂശുകളെ അനുവദിക്കാറായിട്ടുള്ളൂ. അതുകൊണ്ടാണ് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ്. ഭാര്യയോട് പറഞ്ഞില്ല ഭർത്താവിൻ്റെ ക്രൂശ് എടുക്കാൻ, ഭർത്താവിനോട് പറഞ്ഞില്ല ഭാര്യയുടെ ക്രൂശ് എടുക്കാൻ, മാതാപിതാക്കളോട് പറഞ്ഞില്ല മക്കളുടെ ക്രൂശ് എടുക്കാൻ, മക്കളോട് പറഞ്ഞില്ല മാതാപിതാക്കളെ എടുക്കാൻ. പക്ഷേ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചു തരുന്നതായ വേദനകളും കഷ്ടതകളുമേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ അതിനെ അതിജീവിച്ചവനാണ്. ഞാൻ ആ ക്രൂശ് ചുമന്ന്, ലോകത്തിൻ്റെ വേദനകളെ ചുമന്ന്, പാപത്തെ ചുമന്ന് കാൽവറിയിൽ യാഗമായി. അതുകൊണ്ട് ഞാനതിനെ ജയിച്ചവനാണ്. അതൊരു പോരാട്ടമായിരുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ജഡത്തോട് അല്ലെങ്കിൽ ജഡ അഭിലാഷത്തോട് നമ്മൾ വിട പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞതായ 15 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇന്നും പിടിക്കപ്പെട്ട് കിടക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾ ഓരോന്നോരോന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിലേതെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജഡത്തിൽ ഇന്ന് കിടപ്പുണ്ട് എങ്കിൽ ഞാൻ കർത്താവിൻ്റെ ശിഷ്യനാകുവാനായിട്ട് യോഗ്യതയുള്ളവനല്ല, യോഗ്യതയുള്ളവളല്ല. അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല ശിഷ്യനാകുവാൻ ഫലം കായ്ക്കേണ്ടത് അനിവാര്യമാണല്ലോ. ഫലം കായ്ക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ജഡത്തിൻ്റെ അഭിലാഷങ്ങളും പ്രവൃത്തികളും സ്വഭാവങ്ങളും ചിന്തകളുമൊക്കെ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ വായിച്ചു കേട്ട 15 കൂട്ടം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ തകർക്കുന്നുണ്ടെങ്കിൽ, ഫലം കായ്ക്കുന്ന തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുവാനും അതിനെ ഉപേക്ഷിപ്പാനും അതിനെ അതിജീവിപ്പാനുള്ളതായ കൃപ ഞങ്ങൾക്ക് തരണമേ. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, തിരുവചനങ്ങളെ പഠിക്കുന്നവരാരും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ തകർന്നു പോകുവാനോ പരാജിതരാകുവാൻ ഇടയാകരുത്. തങ്ങളെ തന്നെ ത്യജിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.